ഹായ് ഹലോ, സുഖാണോ എല്ലാവർക്കും? ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗാണ്. ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിൻ്റെ ഒരാഴ്ച മുന്നേ മൗറീഷ്യസിലെ എല്ലാ മാളുകളിലും ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ സ്നോ ഫോളിംഗ് ആണ് കേട്ടോ. സ്നോ ഫോളിംഗ് റിയൽ സ്നോ അല്ല, സംഭവം ഫോമാണ്. പക്ഷേ ഇവിടെ ഇതിനു മുന്നേ ഇങ്ങനൊരു പരിപാടി നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി നടക്കുന്നത്. അപ്പോൾ അതൊന്ന് പോയി കാണാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മോളെയും കൊണ്ട് പോകാൻ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളെയും കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ എൻട്രൻസിൽ തന്നെ കരോളിൻ്റെ സംഘമൊക്കെ അവർ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് പോയ സമയത്ത് അവിടെ കുറേ അക്വേറിയവും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ കരോൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കരോളൊന്ന് കണ്ടു നോക്കാം ആദ്യം. അങ്ങനെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിലൂടെയാണ് കേട്ടോ പെട്ടെന്ന് സ്നോ ഫോളിങ് സംഭവിച്ചത്. നമുക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. കാരണം ഇത്തിരി സെക്കൻഡ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഫോം വരെയും. അതപ്പം തന്നെ അവർ ഓഫ് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അതിനുശേഷം പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പിന്നെ അവർ ഫോം ഇതുപോലെ ഇടുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂറോളം ഇരുന്ന് ഈ ഫോം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. കുറച്ച് ഒരു സെക്കൻഡ്സുകൾ മാത്രം അവർ ഫോം ഇടുന്നു, പാട്ട് വെക്കുന്നു അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൂക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങളിതാ കാഴ്ചകളെ കാണാൻ വേണ്ടിയിരിക്കുന്നത് മൊത്തം ലൈറ്റ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഏട്ടനും മോളും പാർക്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇതുപോലെ ഒരു ആൽമരാണെന്ന് തോന്നുന്നു, ആൽമരല്ലാന്ന് തോന്നുന്നു അല്ലേ, ഏതോ ഒരു മരമാണ്. ആ മരത്തിൽ ഇതുപോലെ കുറേ ഡെക്കറേഷനും ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ എൻട്രൻസിലും ഇതുപോലെ തന്നെ നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് സ്നോ ഫോളിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഫോം പിന്നെ വന്നത്. അപ്പോൾ ഓടി വീഡിയോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എന്തിനാ ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും മൗറീഷ്യൻ ഫുഡുകളാണ് നമുക്ക് കിട്ടാറ്. പക്ഷേ എപ്പോഴും കഴിക്കുന്ന സമയത്ത് മൗറീഷ്യൻ ഫുഡിനേക്കാൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ ഫുഡ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ ട്രെബേക്കയിലേക്കാണ് പോയത്. ട്രെബേക്ക മോളിലേക്ക് ഫുഡ് കഴിക്കാനാണ് പോയത്. പക്ഷേ അവിടെ നമുക്ക് ചെറിയ സർപ്രൈസ് ഉണ്ടായിരുന്നു. ആ സർപ്രൈസ് നമുക്കൊന്ന് കാണാം.
ഇതാണ് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും ഭക്ഷണം കഴിക്കാനാണല്ലോ വന്നത്, പക്ഷെ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞങ്ങളെക്കാൾ സർപ്രൈസ്ഡ് ആയത് മോളായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൽ കയറണം എന്നുള്ളത്, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു കുറച്ചും കൂടെ വലുതാവട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഒരു തൽക്കാലത്തേക്ക് ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ച് നിർത്തി. ഇനി നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് സഞ്ജീവ് കപൂറിൻ്റെ ദ യെല്ലോ ചില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഫുഡ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കാം കേട്ടോ. സ്മോക്ഡ് പെപ്പർ ബട്ടർ ചിക്കൻ കറി, അതാണിത് ഈ കാണുന്നത്. പിന്നെ മട്ടൺ റോഗൻ ജോഷും, പിന്നെ പ്ലെയിൻ ലച്ച പറാത്തയും, പിന്നെ തന്തൂരി റൊട്ടിയും. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് റിവ്യൂ പറയുന്ന ഒരാളൊന്നുമല്ല, എന്നാലും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. അധികം സ്പൈസി ഒന്നും ആയിരുന്നില്ല. പെപ്പർ ബട്ടർ ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല സ്പൈസി പ്രതീക്ഷിച്ചു, പക്ഷേ അധികം സ്പൈസി ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറി.